മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോ ഏറ്റെടുക്കട്ടെ. ഇന്ന് തിരുഹൃദയ തിരുനാള് നമ്മൾ കൊണ്ടാടുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ തിരുഹൃദയത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം തിരുഹൃദയമായത് എങ്ങനെയാണ്? ആ ഹൃദയം മുഴുവനും മനുഷ്യനോടുള്ള സ്നേഹമായിരുന്നു. ആ ഹൃദയം മുഴുവനും ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു. പിതാവായ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഈശോയുടെ ഹൃദയം നിറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈശോ പകലത്തെ അധ്വാനങ്ങൾക്കൊക്കെ ശേഷം വിജനതയിലേക്ക് മാറുന്നത് തിരുവചനങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്താൽ പിതാവുമായിട്ട് ഏകാന്തതയിലായിരിക്കുന്ന ഈശോ ഈ ലോകത്തിൽ പഠിപ്പിച്ചത് മുഴുവനും പിതാവിനെ കുറിച്ചാണ്, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്, പിതാവിന്റെ കരുതലിനെ കുറിച്ചാണ്. ആ പിതാവിന്റെ സ്നേഹത്തിലായിരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഈശോ, മനുഷ്യന് വേണ്ടി, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ജ്വലിക്കുന്ന ഹൃദയം തിരുഹൃദയമായി തീരുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായിട്ട് മാറും. ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ മറ്റുള്ളവരിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനോഭാവം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈശോ തിരുഹൃദയത്തിന്റെ ഉടമയാണ്. ഈശോയ്ക്കൊരു ഹൃദയമുണ്ട്. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഈശോയ്ക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ മാറിലേക്ക് ചാഞ്ഞുകിടന്നു എന്നാണ്. ആ യോഹന്നാൻ ശ്ലീഹ ആശ്രയം വെച്ചത് മുഴുവനും കർത്താവിന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ കൈ കർത്താവ് വിടുന്നില്ല. കർത്താവിനോട് ചേർന്ന് യോഹന്നാൻ ശ്ലീഹായി നടക്കുക. കർത്താവിന്റെ ഹൃദയത്തോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. ആ ഹൃദയത്തിലായിരിക്കട്ടെ നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുന്നത്. ആ ഹൃദയത്തെ ആയിരിക്കട്ടെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ ഹൃദയത്തിലായിരിക്കട്ടെ നമ്മൾ ആശ്രയം വെക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയം മുഴുവനും ഈശോയുടെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും സമർപ്പിക്കണം. യോഹന്നാൻ ശ്ലീഹ തന്റെ ആശ്രയം മുഴുവനും വെച്ചത് ഈശോയുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ കരം പിടിച്ചവൻ നടക്കുക. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ കർത്താവ് കൈവിടുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കർത്താവ് സംരക്ഷിക്കണമെങ്കിൽ, പരിപാലിക്കണമെങ്കിൽ കർത്താവിന്റെ കരത്തിൽ നമ്മുടെ കരമുണ്ടായിരിക്കണം. കർത്താവിന്റെ കരത്തിൽ നമ്മുടെ കരമുണ്ടായിരിക്കണമെങ്കിൽ ഈശോയുടെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയം വെക്കണം. ആ ഹൃദയത്തോട് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കണം. തിരുഹൃദയനാഥനായ ഈശോയെ നമുക്ക് സ്നേഹിക്കാം. ആ ഹൃദയത്തോട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. തിരുഹൃദയനാഥ, ഇതാ ഞാൻ അങ്ങിൽ ശരണം പ്രാപിക്കുന്നു എന്ന് തിരുഹൃദയനാഥനോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കണ്ണുനീരിലും നമ്മൾ നിരാശപ്പെടേണ്ട. ഹൃദയമുള്ള ഒരു ഈശോ നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും, ജീവിതത്തിന്റെ കുറവുകളെയും ഇല്ലായ്മകളെയും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. അവിടുത്തെ തിരുഹൃദയ സ്നേഹത്തിൽ ഇവരെ പൊതിയണമേ. തിരുഹൃദയത്തിൽ ഇവരെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. ഹൃദയവേദകൾ അകറ്റണമേ. ഈശോയെ, ഇവരെ പരിപാലിക്കണമേ, ഇവരെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.